10-ാം തീയതി ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയിലേക്കും ഉദ്ഘാടനത്തിലേക്കും പോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം നൽകിയ വീടുകൾ വെക്കുന്നതിന് തടസ്സമുണ്ടോ? എന്താണ് അതിന്റെ പ്രതിസന്ധി? ഞങ്ങൾക്ക് വെക്കുന്നതിന് തടസ്സമില്ല. ഞങ്ങൾ സർക്കാർ സംവിധാനങ്ങളൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ KPCC ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം ശ്രീ രാഹുൽ ഗാന്ധി തറക്കല്ലിടുമെന്നാണ് KPCC പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ KPCCക്കാണ് ഞങ്ങൾ പണം കൈമാറി ഞങ്ങളുടെ 30 വീട് ആ രീതിയിൽ നിർമ്മിച്ചു. അതുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻസ്. ഇത് നേരത്തെ ഈ സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. അതിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് അത്തരമൊരു രേഖാമൂലം ഒരാവശ്യവും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് പറഞ്ഞത്. ഞാൻ കത്ത് കൊടുത്തത് ആർക്കാണ് എന്ന് കൃത്യമായ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ഒന്ന് കൊടുത്തത് അന്നത്തെ ഉപസമിതി അംഗമന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്. അത് നേരിട്ടാണ് കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അയച്ചു കൊടുക്കുകയാണ്, അല്ലാതെ കൊടുക്കുകയാണ്. മുഹമ്മദ് റിയാസിന് നേരിട്ട് കൊടുത്തു. അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ പോയിന്റ് അതല്ല. ഞങ്ങളുടെ പോയിന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന്റെ വെള്ളപ്പോക്കുകളാണ് ഞങ്ങളുടെ പോയിന്റ്. ഗവൺമെന്റ് വസ്തു തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിർമ്മാണം നടത്താതിരിക്കുന്നില്ല. ഞങ്ങൾ സ്വന്തമായി കുപ്പി കണ്ടെത്തി. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും സ്വകാര്യ വ്യക്തികളിലുള്ള അല്ലെങ്കിൽ സംഘടനകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഭൂമി കണ്ടെത്തുന്ന പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഒരു ഭൂമി കിട്ടിയിരുന്നു. ആ ഭൂമി ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ അത് ഈ പ്രദേശവുമായി ഒരുപാട് ദൂരം മാറിയിട്ടാണ്. അപ്പൊ അവിടേക്ക് വരാനായിട്ട് കുടുംബങ്ങൾക്കുള്ള ഒരു പ്രായോഗികമായി ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് KPCC കണ്ടെത്തിയ ഭൂമിയും ഞങ്ങൾക്ക് വീഴുന്നു. അതൊക്കെ സർക്കാരിനെ ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. അതൊന്ന് ആ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ഒന്നായിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഇതുവരെ സർക്കാരിനായിട്ട് സർക്കാരിനെ നിങ്ങൾ പ്രതികൂട്ടിലാക്കാനായിട്ട് പോയിട്ടില്ല. ഞങ്ങൾ പരസ്യമായി പറഞ്ഞപ്പോഴും പറഞ്ഞു അത് സർക്കാരിന്റെ ലീഗൽ ലയബിലിറ്റി ആയിരുന്നു. സർക്കാരിന്റെ ലീഗൽ ലയബിലിറ്റി അല്ല യൂത്ത് കോൺഗ്രസിന് ഭൂമി ധരിക്കുന്നത്. ലീഗൽ ലയബിലിറ്റി അല്ല എന്ന് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ നമ്മൾ അങ്ങനെ ശ്രമം കൂടി നടത്തിയിരുന്നു. നമ്മൾ എല്ലാ ശ്രമവും നടത്തി നോക്കുക. എല്ലാ ശ്രമവും നമ്മൾ നടത്തിയ ഉപവാസത്തിന്റെ ഭാഗമായിട്ട് അത് ശ്രമിച്ചു നോക്കിയിരുന്നു. അതിൽ പരാജയം കിട്ടുമ്പോൾ നമ്മൾ ഭൂമി കണ്ടെത്തുകയാണ്. അതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ട്. ഭൂമി KPCC കണ്ടെത്തിയ ഭൂമിയുണ്ട്. ആ ഭൂമിയുടെ പേപ്പർ വർക്കുകൾ നടത്തും. 30-ാം തീയതി ഡിസംബർ വന്നത് 30-ാം തീയതി കൂടി രാഹുൽ ഗാന്ധിയുടെ നോക്കിയിട്ട് തറക്കൽ പോകും. അപ്പൊ അതൊക്കെ 30 വീട് പിന്നെ ഞങ്ങൾ തുടങ്ങുന്നത് പറയുന്ന 8 ലക്ഷം രൂപ വീതമുള്ള വീടുകളാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. ഞങ്ങൾ അസംബ്ലി കമ്മിറ്റികൾ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് ആ തരത്തിലാണ്. അപ്പൊ ഞങ്ങൾക്ക് 2,40,00,000 രൂപയാണ് ആ വീട് നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് ഞങ്ങൾ സമാഹരിച്ച് 2 ലക്ഷം രൂപ 2 ലക്ഷം വീതമാണ് അസംബ്ലി കമ്മിറ്റി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 2 ലക്ഷം രൂപ വീതമായി. 2 ലക്ഷം രൂപ വീതമായി എല്ലാ കമ്മിറ്റികളും ഫണ്ട് തന്നിട്ടുണ്ട്. ഈ കമ്മിറ്റികൾ ചില കമ്മിറ്റികൾ പൂർണ്ണമായി തന്ന കമ്മിറ്റികളുണ്ട്, ചില കമ്മിറ്റികൾ ഭാഗികമായി തന്ന കമ്മിറ്റികളുണ്ട്. അപ്പൊ അത് പലതരത്തിലാണ് തന്നത്. പിന്നെ അതൊരു നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ പൂർത്തീകരിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കമ്മിറ്റികളുണ്ട്. നമുക്ക് അതായത് ഈ കമ്മിറ്റികൾ നമുക്ക് ഫണ്ട് പൂർണ്ണമായി തന്നു നിൽക്കേണ്ടത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. നമ്മുടെ 1-ാമത്തെ ദിവസം നമുക്ക് മുഴുവൻ പണം ആവശ്യമില്ല. ഒരു ഭവനം നിർമ്മിക്കാൻ നമുക്ക് മുഴുവൻ പണവും 1-ാമത്തെ ദിവസം ആവശ്യമില്ല. നമ്മൾ ഘട്ടഘട്ടമായി 5 ലക്ഷം ഏതാ 4-5 ലക്ഷം രൂപ കമ്മിറ്റികൾ, അതായത് 1-2 കമ്മിറ്റികൾ അത്രയും രൂപ സമാഹരിച്ചു. ഇനിയും 1 രൂപ പോലും വരെ സമാഹരിക്കാൻ പറ്റാത്ത കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ പുതിയ കമ്മിറ്റികളെന്തോ വീഴ്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് പിന്നെ പല രീതിയിലാണ് വന്നത്. അതായത് അവരുടെ ടാർഗറ്റ് പൂർത്തീകരിക്കപ്പെടുക, ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിലാണ് പണം സ്വീകരിച്ചത്. ഒരു പരാതിയുണ്ട്, പണം പിന്നെ ആ പരാതി തന്ന ആളെ പറ്റിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് ഏതോ ഒരു പിന്നെ പരാതിയാണ് തന്നതെന്ന് പറഞ്ഞല്ലോ. പരാതി തന്നതെന്ന് വാർത്തയാക്കില്ല. പക്ഷെ നിർഭാഗ്യവശം അത് CPM-ന്റെ ചാനൽ സഭകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ശ്രീ അരുൺകുമാറിന്റെ ഓഫീസിന് ഇന്ത്യയായി പ്രവർത്തിക്കുന്ന പഴയ ലോ കോളേജിലെ SFIയുടെ നേതാവാണ് പരാതി കൊടുത്തിട്ടുള്ളത് പോലീസ്. അപ്പൊ പോലീസ് അത് ഗൗരവത്തിന് കാര്യം കൊണ്ടാണ് പ്രത്യേകിച്ച് കാര്യമില്ലാതെ തന്നെ പരാതി തന്നത് എനിക്കല്ലോ. പരാതി കൊടുത്തത് ഇവിടെ കളമശ്ശേരി മറ്റേ പോലീസ് സെൻട്രൽ സ്റ്റേഷനിലെ പോലീസാണ് കൊടുത്തത്. പോലീസ് തന്നെ ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലെന്നാണ്. അപ്പൊ അവർ പരാതി പറഞ്ഞത് ശ്രീ അരുൺകുമാറിന്റെ ഓഫീസിലെ ജൂനിയറായി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷക SFIയുടെ പഴയ ലോ കോളേജിലെ നേതാവ് അവരൊരു പരാതി കൊടുക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രം കൊടുക്കുന്നതാണ്. അതിനകത്ത് ഗൗരവമില്ലാതെ കേരള പോലീസ് തന്നെ പറയുകയാണ്. പക്ഷെ അത്തരത്തിലുള്ള മറ്റൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ അമ്പലപ്പുഴ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം ഇത്തരത്തിൽ അവിടെ തിരിച്ച ഫണ്ട് മുക്കി എന്ന തരത്തിലുള്ള ചർച്ചകളും ഓഡിയോ സന്ദേശങ്ങളും
ഉണ്ടായിട്ടുണ്ട്, അത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത്തരം ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? അത്തരം ഏതെങ്കിലും ഒരു പ്രശ്നം ഒരിടത്ത് നിലനിൽക്കുന്നില്ല. എല്ലാ കമ്മിറ്റികളോടും, അതായത് ഓരോ ചലഞ്ചുകൾ നടത്താനായിട്ട് നമ്മള് നേരിട്ട് ധനസമാഹരണമായിരുന്നു പലതരം ചലഞ്ചുകളിലൂടെയാണ് ധനസമാഹരിക്കാൻ ആവശ്യപ്പെട്ടത്. ഇപ്പൊ ഞാൻ എന്റെ അസംബ്ലിയിൽ അടൂര്, അന്ന് ഞാൻ പാലക്കാട് എം.എൽ.എ. ആയിരുന്നു, ഞാൻ അടൂരിൽ ഞാൻ കാറ്ററിംഗ് പ്രവർത്തനം നടത്തിയിട്ട് പണം സമാഹരിച്ചു. ഞാൻ തന്നെ ഒരു വിവാഹത്തിന്റെ കാറ്ററിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആ പണം വിവിധ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചു. അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളാണ് വിവിധ ചലഞ്ചുകൾ നടത്തി ധനം സമാഹരിച്ചിട്ടുള്ളത്. അതിനുശേഷം അവരവരുടെ ടാർഗറ്റ് കണ്ടുകൊണ്ട് കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ കൈമാറുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ താഴെ അസംബ്ലി കമ്മിറ്റി ആയാലും അവർ ഇത്ര രൂപ തരാൻ തയ്യാറായിരുന്നു, അവർക്ക് അതിന്റെ ബാധ്യതയും അതൊക്കെ കൃത്യമായിട്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ പലതും. ഇപ്പോൾ നിയോജകമണ്ഡല കമ്മിറ്റി ടാർഗറ്റ് പ്രകാരമാണെങ്കിൽ 2,32,000 കോടിയോളം 88 എന്ന് പറയുന്നത് അത് നോക്കാൻ ഈ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ പണം നിക്ഷേപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നമ്മുടെ കയ്യിലേക്ക് പണം വരുന്ന സ്രോതസ് അസംബ്ലി കമ്മിറ്റി നിക്ഷേപിക്കുന്ന പണമാണ്. അപ്പൊ ആ നിക്ഷേപിക്കുമ്പോ അവർക്ക് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന സമയം വരെ നമുക്ക് സമയം, അതുകൊണ്ട് അവർക്ക് രക്ഷ നടത്താം. ഒരു ആശങ്ക ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പറയുമ്പോൾ, കാരണം പലരും പുറത്തു പറയുന്നതിനേക്കാൾ ഇപ്പോഴത്തെ 88 രൂപയല്ല, അതിനേക്കാൾ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ്. ഞങ്ങളാരും ഞാൻ ദിനേശും ഒക്കെയാണ് ഈ പിന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഞങ്ങൾക്കാണ് ഈ കരുതൂർ ഭരണസമിതിയെ പോലെ ബാങ്ക് അറിയാതെ പണം എടുക്കാൻ മാർഗം അറിയാമെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിക്കുന്നത്. ആ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം അത് ആ അക്കൗണ്ടിൽ നിന്ന് ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള മാർഗം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ പത്രനിർമ്മാണം നടത്തിയ നിങ്ങളോട് നിങ്ങളുടെ എല്ലാ ചാനലിന്റെ മാധ്യമപ്രവർത്തകരെ സാക്ഷിയാക്കി നിങ്ങൾക്ക് തന്നെ നൽകുന്നു. അത് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഒരു രൂപ പോലും ഈ ഒരു വർഷത്തിനിടയിൽ ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി അതിനപ്പുറം ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കകളില്ലാത്തത് എങ്ങനെയാണപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പോ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരല്ലേ. നിങ്ങൾ ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് പരാതി കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്ന അന്വേഷണം നടക്കുമ്പോൾ അവർക്ക് ബാങ്കിൽ വന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. വെരിഫൈ ചെയ്തിട്ട് ഒരു രൂപയെങ്കിലും ആ അക്കൗണ്ടിലേക്ക് ഞാൻ ചലഞ്ചിച്ചു കഴിഞ്ഞിട്ട് പോയ ഒരാഴ്ചയായി എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പിന്നീട് അവസരം കൂടി ആയിരുന്നു ചെലവിലേക്ക്. അപ്പൊ ഞാനത് പറഞ്ഞു, ആ ബാങ്കിൽ നിന്ന് 1 രൂപയെങ്കിലും വിഡ്രോ ചെയ്യുന്നുണ്ട് എന്ന് തെളിയിച്ചാൽ അപ്പൊ തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഈ മുഴുവൻ തുകയും അക്കൗണ്ടിലേക്കാണ് മുഴുവൻ തുക അക്കൗണ്ടിലേക്ക് മാത്രമാണ് മുഴുവൻ തുക അക്കൗണ്ടിലേക്ക് മാത്രം നിക്ഷേപിക്കാനാണ് നമ്മൾ പറഞ്ഞത്. കയ്യിൽ തന്നെ ആളുകളും പറഞ്ഞു, എല്ലാവരും തന്നെയാണ്. മാത്രമല്ല ഇത് കൃത്യമായ ഒരു സ്ട്രക്ചറിലൂടെയാണ് പോകുന്നത്. അസംബ്ലി പ്രസിഡന്റുമാരാണ് സംസ്ഥാന കമ്മിറ്റിക്ക് തന്നെ. ആ അസംബ്ലി പ്രസിഡന്റുമാര് പണം സമാഹരിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക. അതായത് കൺഫ്യൂഷൻസ് വരുന്നില്ല, ഓർമ്മ കൺഫ്യൂഷൻസ് അനുഭവം. ഇത് വൈകി എന്ന് പറയുമ്പോ ശരിയാണ്, വൈകി എന്ന് വേണമെങ്കിൽ ആക്ഷേപം പറയാം. ഞങ്ങളുടെ 30 വീടിന്റെ കമ്മിറ്റ്മെന്റ് 770 കോടി രൂപ ഞാനും നിങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കുന്നു. അതിന്റെ പ്രവർത്തനം എന്തായി? മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഒരു വർഷത്തിൽ മാതൃകാ വീടിന്റേക്ക് ഞങ്ങളെക്കാൾ എത്രയോ കൂടുതൽ പണം, എത്ര കൂടുതൽ കമ്പാരിസൺ തന്നെയില്ലല്ലോ. 770 കോടി രൂപ കയ്യിൽ പിന്നീടാണ് സംസ്ഥാന സർക്കാർ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതിൽ ചില മാധ്യമങ്ങളൊക്കെ വാർത്തകളുണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്തു. ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളുകൾ കാണിച്ചത് വയനാട്ടിൽ ഒരാളെ കാണിച്ചത് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്തു എന്നാണ് നിങ്ങളുടെ വാർത്ത, ചില മാധ്യമങ്ങളുടെ വാർത്ത. ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത് വയനാട്ടിൽ താമസിക്കുന്ന ആ ഗൃഹനാഥന്റെ പേരെന്ന് പറഞ്ഞു ഒരാളുടെ പറഞ്ഞത് 100 പറയും, ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ടോ? ഒരു വീട് പോലും വയനാട്ടിൽ ഇതുവരെ നിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ കൂടെ 20 കോടി ഉണ്ടല്ലോ, അതുൾപ്പെടെ കിട്ടിയിട്ട് പോലും ഒരു വീട് പോലും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു നിൽക്കുന്ന സർക്കാർ. ദൗർഭാഗ്യവശാൽ ആ സർക്കാരിനെതിരായി ഓഡിറ്റ് ഉണ്ടാകുന്നില്ല. ഞാൻ നിങ്ങൾ കൊടുത്ത പൈസ